ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവവചന പ്രഘോഷണത്തിൻ്റെ ഏറ്റവും പുതിയ ഈ എപ്പിസോഡിലൂടെ ഞാനിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ദൈവത്തിന് മനുഷ്യരോടുള്ള അഗൈതവമായ സ്നേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുകയാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നാം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പോരായ്മകൾ, കുറവുകൾ, നമ്മളുടേതായിട്ടുള്ള ബലഹീനതകൾ, ഇതെല്ലാം ക്ഷമിക്കുന്ന നല്ലൊരു ദൈവത്തെയാണ് സുവിശേഷത്തിലൂടെ തിരുവചനം നമ്മോട് പറയുന്നത്. ഇവിടെയാണ് നാം യഥാർത്ഥ ദൈവസ്നേഹം മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം എന്നെയും നിന്നെയും ഏകജാതനെ ബലി കഴിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുത്തുകൊണ്ട് ഈ ലോകത്തിലെ പാപികളും ബലഹീനരുമായ നമ്മളെ ചേർത്ത് പിടിക്കാൻ ദൈവം കാണിച്ച സ്നേഹം. ഉദാഹരണത്തിന് ശത്രുത. ഈ ശത്രുത നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട്, വൈരാഗ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട്, ദേഷ്യം, പക, വിദ്വേഷം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സ്നേഹമില്ലാതെ നമ്മൾ ദൈവത്തോട് നമ്മളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇതെല്ലാം ദൈവാനുഗ്രഹത്തിന് തടസ്സമായിട്ട് നിൽക്കും. അപ്പോൾ വചനം പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകം, പ്രഭാഷകൻ 28-ാം അധ്യായം 6-ാം വാക്യം. അതിലിങ്ങനെ പറയുന്നുണ്ട്, ജീവിതാന്തമോർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. വചനം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ജീവിതാന്തമോർത്ത്, പ്രഭാഷകൻ 28:6, ജീവിതാന്തമോർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. പ്രഭാഷകന്റെ പുസ്തകം, പ്രഭാഷകൻ 28-ാം അധ്യായം 6-ാം വാക്യം. അതിലിങ്ങനെ പറയുന്നുണ്ട്, ജീവിതാന്തമോർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. വചനം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ജീവിതാന്തമോർത്ത്, പ്രഭാഷകൻ 28:6, ജീവിതാന്തമോർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കെല്ലാവർക്കും ഒരു അന്ത്യമുണ്ട്. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു അവസാനമുണ്ട്. അതായത് മരണം എന്ന് പറയുന്നത് ഒരു നിത്യസത്യമാണ്. സ്വർഗം എന്ന് പറയുന്നതും ഒരു നിത്യസത്യമാണ്. നിത്യജീവൻ എന്ന് പറയുന്നതും ഒരു നിത്യസത്യമാണ്. അപ്പോൾ യേശു വിഭാവനം ചെയ്യുന്ന നിത്യജീവൻ സ്വന്തമാക്കി ദൈവം വിഭാവനം ചെയ്യുന്ന സ്വർഗരാജ്യത്തിലേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ നമ്മളിൽ ശത്രുത പാടില്ല.
യേശുവിന്റെ ശക്തി, എന്തിന്റെ ശക്തി? സൗഖ്യത്തിന്റെ ശക്തി വെളിപ്പെടും. വലതുകര ഉയർത്തി ഒച്ചത്തിൽ അതെ, സൈമൺ അല്ലേ? അതെ, ഞാൻ യൂട്യൂബിലെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഓക്കെ. പേരെന്താ? റോയ്. ഓക്കെ. ധ്യാനം കൂടാൻ വന്നായിരിക്കും അല്ലേ? അത് പിന്നെ ഞാൻ ധ്യാനം കൂടാൻ വന്നൊന്നുമല്ല, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്ന. എന്നെയോ? എന്താ റോയ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുൻപരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ പ്രോഗ്രാം കണ്ടിട്ടാ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നാണ് ഞാൻ. ഈ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. ബുദ്ധിമുട്ടോ? റോയ് ഇത്രയും കാര്യമായിട്ട് ഇവിടം വരെ വന്ന് എന്നോട് ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ബുദ്ധിമുട്ടിനൊരു പ്രസക്തി ഇല്ലല്ലോ. റോയ് കാര്യം പറയും, എന്താ പ്രശ്നം? റോയ് വാ, നമുക്ക് അവിടെ പോയിരിക്കാം. വാ. ഇരിക്കും റോയ്, ഇരിക്കും. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിലെ പ്രോഗ്രാം കാണാറുണ്ടെന്ന്. അതെ, ഞാൻ അവിചാരിതമായിട്ടാണ് കണ്ടത്. അതിൽ ഒരു ഭാഗത്ത് കേട്ടൊരു സെന്റൻസ് എനിക്ക് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്തായിരുന്നു അത്? ജീവിതാന്തോർത്ത് ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക, നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. പ്രഭാഷകൻ 28:6. അതല്ലേ വചനം? അതെ, അത് തന്നെ. അത് കേട്ടാൽ പിന്നെ ഇടക്കിടക്ക് അതാ ഞാൻ നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ വരാൻ അല്ല വന്നത്. ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം 28:6. ഈ വചനം റോയി അത്രയ്ക്ക് ഹോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായൊരു കാരണം ഉണ്ടാവുമല്ലോ, അല്ലേ റോയി? അതെന്താണെന്ന് റോയി എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരുപക്ഷെ എനിക്ക് ഈ അസ്വസ്ഥതയ്ക്ക് അല്പമെങ്കിലും ശമനം വരുത്താൻ കഴിയും. അല്ല, റോയ്ക്ക് ആരോട് എത്ര വലിയ ശത്രുത? അത് എൻ്റെ ചേട്ടനോട്. എൻ്റെ ചേട്ടനെന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ 2 കല്യാണം കഴിച്ച, അതിൽ 2ാമത് കല്യാണം കഴിച്ചാലുള്ള ഞാൻ. അപ്പോൾ സ്വന്തം സഹോദരനോടാണ് ശത്രുത അല്ലേ? റോയി, ഒരു കാര്യം മനസ്സിലാക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അതിങ്ങനെയാണ്: കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം സഹോദരനിലൂടെ ദൈവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി റോയി അദ്ദേഹത്തോട് ക്ഷമിച്ചേ പറ്റൂ. അതാണ് ഈ അസ്വസ്ഥതയ്ക്ക് കാരണം. എന്താ, റോയ്ക്ക് ക്ഷമിക്കാൻ പറ്റില്ലേ? ഇതങ്ങനൊന്നും ക്ഷമിക്കാൻ പറ്റിയ കേസല്ല. എൻ്റെ അപ്പനും ചേട്ടനും ഒറ്റക്കെട്ടായിരുന്നു. അപ്പം മരിക്കുന്നതിന് മുമ്പ് 2 പേർക്കായിട്ടെല്ലാം ഭാഗം വെച്ചതാ. ഇപ്പം അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ തട്ടിപ്പ് പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക. അല്ല, റോയ്ക്ക് ഇവരോട് ഇത്ര ശത്രുത വരാനുള്ള കാരണം? അതായത് എൻ്റെ പറമ്പിലൊരു പ്ലാവ് കണ്ട്, ആ പ്ലാവ് ഞാൻ വെട്ടണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പെർമിഷൻ ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് കാശിന് ആവശ്യം വന്നപ്പോൾ ആ പ്ലാവ് വെട്ടാൻ വേണ്ടി ഞാൻ വെട്ടുകാരനെ വരുത്തി. അപ്പോഴെന്താ, അത് വെട്ടാൻ പറ്റൂലെന്നും പറഞ്ഞ് ഈ അങ്ങേര് ഉടക്കിന് വന്നു. അവസാനം എന്താ, ഞാൻ അവിടെ ഇല്ലായിരുന്ന സമയത്ത് ആ പ്ലാവ് അങ്ങേര് വെട്ടിക്കൊണ്ടുപോയി. അത് ചോദിക്കാൻ ചെന്ന് എന്നെ പിടിച്ച് തള്ളി. അപ്പം പിന്നെ ഞാൻ തിരിച്ച് തള്ളാതിരിക്കും? അല്ല, റോയ്ക്ക് എന്താണ് ജോലി, എന്താ ചെയ്യണേ? അത് പിന്നെ ഈ CC പിടുത്തവും പിന്നെ റോയിയുടെ അസ്വസ്ഥതയ്ക്കും മനസമാധാനമില്ലായ്മയ്ക്കുള്ള ഒരു പ്രധാന കാരണം റോയിയുടെ ഉള്ളിൽ ദൈവസ്നേഹം ഇല്ല എന്നുള്ളതാണ്. ഈ ബൈബിള് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് വചനം പറയുന്നുണ്ട്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. റോയ്ക്കറിയാവോ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ പുതിയ എപ്പിസോഡിലെ വിഷയം ദൈവം അനുദിന ജീവിതത്തിൽ. ഒരിക്കൽ ഗലീലയിലെ ശിഷ്യന്മാർക്കായി നൽകപ്പെട്ട ക്രിസ്തുവിൻ്റെ വിളി, അതായത് ദൈവവിളിയുടെ വെല്ലുവിളി, ഇന്നത്തെ സമൂഹത്തിലെ യുവജനങ്ങൾ കണ്ടെത്തുന്നതിന്
പ്രോത്സാഹിപ്പിക്കണം. സഹനത്തിൻ്റെയും വേദനയുടെയും സമയങ്ങളിൽ തിരസ്കരിക്കപ്പെട്ടവരും ചഞ്ചല ചിത്തരുമായി അനുഭവപ്പെടുമ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഈ ദൈവവചനം ആശ്വാസവും പ്രത്യാശയും ധൈര്യവും നൽകുന്ന വലിയ ഒരു വചനമാണ്. തകർന്ന ജീവിതങ്ങൾക്ക്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതങ്ങൾക്ക്, ദുഃഖമനുഭവിക്കുന്ന മനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന ഒരു വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6:63 പറയുന്നുണ്ട്: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രിയമുള്ളവരെ, വചനം ആത്മാവും ജീവനുമായി മാറുന്നത് ഓരോ വ്യക്തികളുടെയും മനസ്സിൽ, ഹൃദയത്തിൽ വചനം വേര് പിടിച്ചുറയ്ക്കുമ്പോഴാണ്. അതാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ഹൃദയവികാരങ്ങളുടെ അടിത്തറയായി മാറുന്നത്. ഒരിക്കൽ ഒരു യുവാവ് എന്നെ കാണാൻ വന്ന ഒരു സംഭവം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം അന്ന് എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹം മയക്കുമരുന്നിൻ്റെയും കൂലിത്തല്ലിൻ്റെയും ഒക്കെ ഒരു മേഖലയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ആ വ്യക്തി സ്വന്തം സഹോദരനോടും പിതാവിനോടും കൊടിയ ശത്രുത മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാലം. ദൈവവചനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുത്തിയ മാറ്റം. ഹെബ്രായ 4:12 ദൈവവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എടാ, ആളിവിടെ ഉണ്ടല്ലോ. ആ നീ ചെല്ലി, ഞാൻ വിളിച്ചോളാം. എടാ ജോട്സാ, ഞാൻ മറ്റേ ഡീലാക്കിയിട്ട് വിളിക്കാട്ടോ. ഓക്കെ, ശരി ശരി ചെല്ലി. അപ്പൊ റോയി ശരി കേട്ടാ. അല്ല മച്ചാനെ, യൂട്യൂബിൽ മച്ചാൻ നിറഞ്ഞു നിൽക്കേനല്ല. യൂട്യൂബിൽ? ഞാനാ? പിന്നല്ലാണ്ട്. നീ എന്താ ഈ പറയണത്? എന്നെ ഇപ്പൊ ഇവിടുന്ന് പോയ ലാലപ്പനാണ് കാണിച്ചു തന്നത്. എടാ, നിന്റെ കഥയിൽ അതിൻ്റെ മൊത്തം പറയണത്. നീയും നിന്റെ ചേട്ടനുമായിട്ടുള്ള വഴക്കിന്റെ കാര്യവും, നീ പ്ലാവ് വെട്ടാൻ പോയപ്പോ ചേട്ടനായിട്ടുണ്ടായ വടക്കിന്റെ കാര്യമൊക്കെ. ഒരു ബ്രദർ സൈമണ ഇതൊക്കെ അയാളുടെ ചാനലിലിരുന്ന് വിളിച്ച് പറയണത്. എടാ, നീ അത് കേൾക്കണം. നീ നേരിട്ട് അയാളോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നാ ആ കള്ള ബ്രദർ പറയണത്. ഇതാരോ നിന്റെ കുടുംബ പ്രശ്നങ്ങൾ അയാളോട് പറഞ്ഞു കൊടുത്തിരിക്കുക. അവൻ ആദ്യം പൊക്കണം, എന്നിട്ട് ഇവനെ നല്ല പൂശകട് പൂശണം. അതോടെ ഈ അസുഖം മാറും. പിന്നെ ഒരാളെ പറ്റിയും അവൻ കഥ പറയില്ല. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്, ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 11-ാം വാക്യം. എന്നാലും ഇത് ആരാ അവനോട് ചെയ്ത് നിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നാ? എടാ, അത് ഞാൻ തന്നെ. അത് ഒരു ദിവസം ആ ബ്രദറിന്റെ ടോക്ക് ഞാൻ മൊബൈലിൽ കേട്ടു. അപ്പോ അതിൽ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അയാളോട് തന്നെ ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ അങ്ങേരെ അന്വേഷിച്ച് ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് സംസാരിച്ചു. അങ്ങേരുടെ ടോക്ക് കേട്ട് എൻ്റെ മനസ്സിന് തോന്നിയ ചേഞ്ചിനെ പറ്റി ഞാൻ അങ്ങേരോട് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ആ ബ്രദർ പറഞ്ഞു. അങ്ങേരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടനോട് ഞാൻ അങ്ങനെ പറഞ്ഞതും ചെയ്തതും ഒക്കെ ശരിയല്ലെന്നൊരു തോന്നൽ. ഇവരുടെ കൂടെ ചെന്ന് പെട്ടാലേ നമ്മൾ ജോലിക്ക് തരാൻ ഒരു പ്രശ്നമാവും. അത് നീ പറഞ്ഞത് നേരാ. അങ്ങനെയാണെങ്കിൽ നിർത്തിയേക്കണം. അതേടാ, നിർത്തി. നമ്മുടെ സകല പരിപാടികളും
ഞാൻ നിർത്തി. അതെ, മദ്യപാനം, മയക്കുമരുന്ന്, അടി, ഇടി, കുത്ത് എല്ലാം. ഇതൊന്നും ശരിയല്ലെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ, രോഗങ്ങൾക്കെതിരെ മരുന്നെന്ന പോലെ ദൈവവചനം പാപങ്ങൾക്കുള്ള ഒറ്റമൂലിയാണ്. നീയും എന്നെ പോലെ തന്നെ ചിന്തിക്കും. എനിക്ക് ചേട്ടനോട് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയണോടാ. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രഭാഷകൻ 17-ാം അധ്യായം 24-ാം വാക്യം. എന്താടാ, എന്താ പ്രശ്നം? വല്ല ഇടംകേട് പിടിച്ച പോലെ കേസുവാണോ? പിന്നല്ലാതെ. എടാ, അവൻ റോയ്ക്ക് വട്ടാണ്ടാ. ആ യൂട്യൂബിൽ നീ കാണിച്ചു തന്നാ ആ കിഴങ്ങൻ ബ്രദർ ഇവനെന്തൊക്കെ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അല്ല, മാറ്റിയിരിക്കുകയാണെന്ന് പറഞ്ഞാ? അവനെല്ലാം നിർത്തുകയാണെന്ന്. നമ്മുടെ ഈ ഒറ്റടുക്ക് പരിപാടി. ഓ, എടാ, നീയും അവനൊക്കെ ഉള്ളത് കൊണ്ടാ എൻ്റെ കാര്യങ്ങൾ നടന്നു പോണത്. എനിക്ക് പഴയതുപോലെ ഒറ്റക്ക് നിനക്കൊണ്ടൊന്നും ആവൂലട്ടാ. ഓഹോ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കടാ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? റോയി ആ ചാനലുകാരൻ്റെ കൂടെ പോകരുത്. അതെ. പഴയതുപോലെ തന്നെ നമ്മുടെ പരിപാടികളിലും സഹകരിച്ച് നിൽക്കണം. അതെ. അതിനിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. ആ യൂട്യൂബുകാരനെ ഒന്ന് കാര്യമായിട്ട് കൈകാര്യം ചെയ്യണം. എന്താ? മതി. ഓക്കേടാ, അത് മതി. എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ അവസാനിക്കുള്ളൂന്ന്. അതുകൊണ്ടേ അവൻ്റെ റൂട്ട് മാപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ബ്രദർ സൈമൺ, നീ വാ. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ഹെബ്രായർ 12-ാം അധ്യായം 15-ാം വാക്യം. ആ, എടുത്തു, വണ്ടി എടുത്തു. ഓ, അയ്യോ. ഞങ്ങളോട് ക്ഷമിക്കണം. ഇത് നേരിട്ട് വന്ന് പറഞ്ഞില്ലെങ്കിൽ ബായി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളുള്ള ആളാ. നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിന് ശിക്ഷ കിട്ടി ബ്രദറെ. ദൈവവചനത്തിൻ്റെ മാധുര്യവും ശക്തിയും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിക്കപ്പോൾ ദൈവവചനത്തിലല്ലാതെ മറ്റൊന്നിലും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. യേശു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അവിടത്തോട് ബന്ധപ്പെട്ടിരുന്ന ഒത്തിരി ആളുകൾ അവിടുത്തെ വാക്കുകളാലും പ്രവൃത്തികളാലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ്. അവിടെ നിന്നുള്ള കുറച്ച് വിശ്വാസത്താൽ സകലതും ഉപേക്ഷിച്ച് അവിടുത്തെ അനുഗമിച്ചവരാണ് 12 അപ്പോസ്തലന്മാർ. ഒരു കാന്തശക്തിയാൽ എന്ന വണ്ണം നിങ്ങളെപ്പോലെ ഇന്നും അനേകായിരങ്ങളുടെ ജീവിതം യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ കാര്യം ഞാൻ ദൈവത്തിന് വിടുകയാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.
കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്കു തണലേകാൻ അവിടുന്ന് വലതുവശത്തുണ്ട്. സങ്കീർത്തനങ്ങൾ 121 5 നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.